ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്ഥാനവും സ്വാധീനവും എത്രത്തോളം നിർണായകമാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്ന ഒരു ഔദ്യോഗിക വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശത്തിന് തികഞ്ഞ ആദരവോടെ ഇറാൻ പരമോന്നത നേതാവ് നേരിട്ട് നന്ദി അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ബക്രീദ് വേളയിൽ ആശംസകൾ നേർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ സന്ദേശത്തിനാണ് ഇറാന്റെ പുതിയ സുപ്രീം ലീഡറായിട്ടുള്ള ആയത്തുള്ള സയ്യിദ് മൊജ്തബ ഖൊമൈനി ഔദ്യോഗികമായി ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദേശത്തിന് ഖൊമൈനി ഹൃദയംഗമായിട്ടുള്ള നന്ദി അറിയിച്ചു. ഇന്ത്യയും ഇറാനും തമ്മിലുള്ളത് ചരിത്രപരമായിട്ടുള്ള സൗഹൃദമാണെന്നും പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ ബന്ധം ഇരു രാജ്യങ്ങളിലെയും സർക്കാരുകളുടെ ഇടപെടലിലൂടെ വരും കാലങ്ങളിൽ കൂടുതൽ കരുത്തു നേടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിലെ സർക്കാരിനും ജനങ്ങൾക്കും അദ്ദേഹം കൂടുതൽ ഐശ്വര്യവും വിജയവും ആശംസിക്കുകയും ചെയ്തു. നയതന്ത്ര തലത്തിൽ ഇതൊരു സാധാരണ ആശംസ കൈമാറ്റമായി കാണാനാവില്ല. കാരണം ഇറാൻ ഇന്ന് വലിയൊരു ഭരണമാറ്റത്തിലൂടെ കടന്നു പോവുകയാണ്. അന്തരിച്ച പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖൊമൈനിയുടെ വിയോഗത്തെ തുടർന്ന് രാജ്യം പുതിയ നേതൃത്വത്തിന്റെ കീഴിലേക്ക് വരുന്ന ഈ നിർണായക ഘട്ടത്തിലും അവർ ഇന്ത്യക്ക് നൽകുന്ന അങ്ങേയറ്റത്തെ പരിഗണനയാണ് ഈ സന്ദേശത്തിലൂടെ വ്യക്തമാകുന്നത്. അലി ഖൊമൈനിയുടെ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇറാൻ പ്രത്യേക ക്ഷണം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഈ സംസ്കാര ചടങ്ങുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ബീഹാർ ഗവർണറും മുൻ സൈനിക ഉദ്യോഗസ്ഥനുമായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരറ്റിയും പങ്കെടുക്കും. ഇത് ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള നയതന്ത്ര പ്രോട്ടോകോളിന്റെ ഉദാഹരണമാണ്. ആഗോളവേദിയിൽ ഇന്ത്യ നടത്തുന്ന കരുത്തുറ്റ ചുവടുവെപ്പുകളുടെ വിജയമാണത്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനുമേൽ കടുത്ത ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തുമ്പോഴും പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ രൂക്ഷമായി തുടരുമ്പോഴും ഇന്ത്യ തങ്ങളുടെ സ്വതന്ത്രവും ശക്തവുമായിട്ടുള്ള വിദേശ നയത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഇറാന്റെ പുതിയ കടുത്ത നിലപാടുള്ള ഭരണകൂടം പോലും ഇന്ത്യയുടെ പ്രതികരണങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു എന്നത് ഭാരതത്തിന്റെ നയതന്ത്ര വിജയമാണ്. ഒരു വശത്ത് ഇറ്റലി, ഫ്രാൻസ്, അമേരിക്ക പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായി വളരെ മികച്ച ബന്ധം പുലർത്തുമ്പോൾ തന്നെ ഇസ്രായേൽ, ഇറാൻ പോലുള്ള പശ്ചിമേഷ്യയിലെ നിർണായക ശക്തികളുമായും ഇത്രയും ദൃഢമായ സൗഹൃദം നിലനിർത്താൻ ഇന്ത്യക്ക് മാത്രമേ സാധിക്കൂ. ചുരുക്കത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഭാരതം ഇന്ന് ഒഴിവാക്കാനാവാത്ത ഒരു മഹാശക്തിയായി ഉയർന്നു കഴിഞ്ഞു. തികഞ്ഞ ഔദ്യോഗിക ഗാംഭീര്യത്തോടെ ഇറാനിലേക്ക് അയക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘവും അതിന് ഇറാന്റെ പുതിയ പരമോന്നത നേതൃത്വം നൽകുന്ന ആദരവും തെളിയിക്കുന്നത് ഒന്ന് മാത്രമാണ്: ആഗോളവേദിയിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് ഇന്ന് പകരം വെക്കാനാവാത്ത കരുത്തുണ്ട്. മലയാളം.